അധ്യായം 13. യൊരോബെയാം ധൂപം കാട്ടുവാൻ പീഠത്തിനരികെ നിൽക്കുമ്പോൾ തന്നെ ഒരു ദൈവപുരുഷൻ യഹോവയുടെ കൽപ്പനയാൽ യഹൂദയിൽ നിന്ന് ബേഥേലിലേക്ക് വന്നു. അവൻ യഹോവയുടെ കൽപ്പനയാൽ യാഗപീഠത്തോട്, യാഗപീഠമേ യാഗപീഠമേ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ദാവീദ് ഗൃഹത്തിന് യോശിയാവ് എന്നു പേരുള്ള ഒരു മകൻ ജനിക്കും. അവൻ നിന്റെ മേൽ ധൂപം കാട്ടുന്ന പൂജാഗിരി പുരോഹിതന്മാരെ നിന്റെ മേൽ വെച്ച് അറുക്കുകയും മനുഷ്യാസ്തികളെ നിന്റെ മേൽ ചുട്ടുകളയുകയും ചെയ്യുമെന്ന് വിളിച്ചു പറഞ്ഞു. അവൻ അന്ന് ഒരു അടയാളവും കൊടുത്തു. ഇതാ, ഈ യാഗപീഠം പിളർന്ന് അതിന്മേലുള്ള ചാരം തൂകിപ്പോകും. ഇത് യഹോവ കൽപ്പിച്ച അടയാളം എന്ന് പറഞ്ഞു. ദൈവപുരുഷൻ ബേഥേലിലെ യാഗപീഠത്തിന് വിരോധമായി വിളിച്ചു പറഞ്ഞ വചനം യൊരോബെയാം രാജാവ് കേട്ടപ്പോൾ അവൻ യാഗപീഠത്തിങ്കിൽ നിന്ന് കൈനീട്ടി അവനെ പിടിപ്പീനെന്ന് കൽപ്പിച്ചു. എങ്കിലും അവന്റെ നേരെ നീട്ടിയ കൈ വരണ്ടുപോയിട്ട് തിരികെ മടക്കുവാൻ കഴിവില്ലാതെയായി. ദൈവപുരുഷനെ യഹോവയുടെ കൽപ്പനയാൽ കൊടുത്തിരുന്ന അടയാളപ്രകാരം യാഗപീഠം പിളർന്നു, ചാരം യാഗപീഠത്തിൽ നിന്ന് തൂകിപ്പോയി. രാജാവ് ദൈവപുരുഷനോട്, നീ നിന്റെ ദൈവമായ യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ച് എന്റെ കൈ മടങ്ങുവാൻ തക്കവണ്ണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ദൈവപുരുഷൻ യഹോവയോട് അപേക്ഷിച്ചു. അപ്പോൾ രാജാവിന്റെ കൈ മടങ്ങി മുമ്പിലത്തെ പോലെയായി. രാജാവ് ദൈവപുരുഷനോട്, നീ എന്നോടുകൂടി അരമനയിൽ വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുക, ഞാൻ നിനക്കൊരു സമ്മാനം തരും എന്ന് പറഞ്ഞു. ദൈവപുരുഷൻ രാജാവിനോട്, നിന്റെ അരമനയിൽ പകുതി തന്നാലും ഞാൻ നിന്നോടുകൂടെ വരികയില്ല. ഈ സ്ഥലത്ത് വെച്ച് ഞാൻ അപ്പം തിന്നുകയില്ല, വെള്ളം കുടിക്കുകയുമില്ല. നീ അപ്പം തിന്നരുത്, വെള്ളം കുടിക്കരുത്, പോയ വഴിയായി മടങ്ങി വരികയും അരുത് എന്ന് യഹോവ അരുളപ്പാടായി എന്നോട് കൽപ്പിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ബേഥേലിലേക്ക് വന്ന വഴിയായി മടങ്ങാതെ മറ്റൊരു വഴിയായി പോയി. ബേഥേലിൽ വൃദ്ധനായ ഒരു പ്രവാചകൻ പാർത്തിരുന്നു. അവന്റെ പുത്രന്മാർ വന്ന് ദൈവപുരുഷൻ ബേഥേലിൽ ചെയ്ത കാര്യമൊക്കെയും അവനോട് പറഞ്ഞു. അവൻ രാജാവിനോട് പറഞ്ഞ വാക്കുകളും അവർ തങ്ങളുടെ അപ്പനെ അറിയിച്ചു. അവരുടെ അപ്പൻ അവരോട്, അവൻ ഏതു വഴിക്ക് പോയി എന്ന് ചോദിച്ചു. യഹൂദയിൽ നിന്ന് വന്ന ദൈവപുരുഷൻ പോയ വഴി അവന്റെ പുത്രന്മാർ കണ്ടിരുന്നു. അവൻ തന്റെ പുത്രന്മാരോട്, കഴുതയ്ക്ക് കോപ്പിട്ട് തരുവീൻ എന്ന് പറഞ്ഞു. അവർ കഴുതയ്ക്ക് കോപ്പിട്ട് കൊടുത്തു. അവൻ അതിന്റെ പുറത്തു കയറി ദൈവപുരുഷന്റെ പിന്നാലെ ചെന്നു. അവനൊരു കരുവേലകത്തിന് കീഴെ ഇരിക്കുന്നത് കണ്ടു. നീ യഹൂദയിൽ നിന്ന് വന്ന ദൈവപുരുഷനോ എന്ന് അവനോട് ചോദിച്ചു. അവൻ അതേ എന്ന് പറഞ്ഞു. അവൻ അവനോട്, നീ എന്നോടുകൂടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. അതിന് അവൻ, എനിക്ക് നിന്നോടുകൂടെ പോരുകയോ നിന്റെ വീട്ടിൽ കയറുകയോ ചെയ്തുകൂടാ. ഞാൻ ഈ സ്ഥലത്ത് വെച്ച് നിന്നോടുകൂടെ അപ്പം തിന്നുകയില്ല, വെള്ളം കുടിക്കുകയുമില്ല. നീ അവിടെ വെച്ച് അപ്പം തിന്നരുത്, വെള്ളം കുടിക്കരുത്, പോയ വഴിയായി മടങ്ങി വരികയും അരുതെന്ന് യഹോവ അരുളപ്പാടായി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാനും നിന്നെ പോലെ ഒരു പ്രവാചകനാകുന്നു. അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യേണ്ടതിന് നീ അവനെ നിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരിക എന്ന് ഒരു ദൂതൻ യഹോവയുടെ കൽപ്പനയാൽ എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞതോ ഭോഷ്കായിരുന്നു. അങ്ങനെ അവൻ അവനോടുകൂടെ ചെന്നു അവന്റെ വീട്ടിൽ വെച്ച് അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്തു. അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവനെ കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവൻ യഹൂദയിൽ നിന്ന് വന്ന ദൈവപുരുഷനോട്, നീ യഹോവയുടെ വചനം മറുത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിരുന്ന കൽപ്പന പ്രമാണിക്കാതെ അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യരുതെന്ന് അവൻ നിന്നോട് കൽപ്പിച്ച സ്ഥലത്ത് നീ മടങ്ങി വന്ന് അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്തതുകൊണ്ട് നിന്റെ ശവം നിന്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ വരികയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്ത ശേഷം അവൻ താൻ കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകന് വേണ്ടി കഴുതയ്ക്ക് കോപ്പിട്ട് കൊടുത്തു. അവൻ പോകുമ്പോൾ വഴിയിൽ ഒരു സിംഹം അവനെ കണ്ടു. അവനെ കൊന്നു. അവന്റെ ശവം വഴിയിൽ കിടന്നു. കഴുത അതിന്റെ അരികെ നിന്നു. സിംഹവും ശവത്തിന്റെ അരികെ നിന്നു. വഴി പോകുന്ന ആളുകൾ ശവം വഴിയിൽ കിടക്കുന്നതും ശവത്തിന്റെ അരികെ സിംഹം നിൽക്കുന്നതും കണ്ടു. വൃദ്ധനായ പ്രവാചകൻ പാർക്കുന്ന പട്ടണത്തിൽ ചെന്ന് അറിയിച്ചു. അവനെ വഴിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകൻ അത് കേട്ടപ്പോൾ അവൻ യഹോവയുടെ വചനം മറുത്ത ദൈവപുരുഷൻ തന്നെ. യഹോവ അവനോട് അരുളി ചെയ്ത വചനപ്രകാരം യഹോവ അവനെ സിംഹത്തിന് ഏൽപ്പിച്ചു. അത് അവനെ കീറി കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ അവൻ തന്റെ പുത്രന്മാരോട്, കഴുതയ്ക്ക് കോപ്പിട്ട് തരുവീൻ എന്ന് പറഞ്ഞു. അവർ കോപ്പിട്ട് കൊടുത്തു. അവൻ ചെന്നപ്പോൾ ശവം വഴിയിൽ കിടക്കുന്നതും ശവത്തിന്റെ അരികെ കഴുതയും സിംഹവും നിൽക്കുന്നതും കണ്ടു. സിംഹം ശവത്തെ തിന്നുകയോ കഴുതയെ കീറിക്കളയുകയോ ചെയ്തില്ല. പ്രവാചകൻ ദൈവപുരുഷന്റെ ശവം എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് കൊണ്ടുവന്നു. വൃദ്ധനായ പ്രവാചകൻ തന്റെ പട്ടണത്തിലെത്തി അവനെക്കുറിച്ച് വിലപിച്ച് അവനെ അടക്കം ചെയ്തു. അവന്റെ ശവം അവൻ തന്റെ സ്വന്തം കല്ലറയിൽ വെച്ചിട്ട് അവനെക്കുറിച്ച്, അയ്യോ എന്റെ സഹോദര എന്നിങ്ങനെ പറഞ്ഞ് അവർ വിലാപം കഴിച്ചു. അവനെ അടക്കം ചെയ്ത ശേഷം അവൻ തന്റെ പുത്രന്മാരോട്, ഞാൻ മരിച്ച ശേഷം നിങ്ങൾ എന്നെ ദൈവപുരുഷനെ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറയിൽ തന്നെ അടക്കം ചെയ്യണം. അവന്റെ അസ്ഥികളുടെ അരികെ എന്റെ അസ്ഥികളും ഇടണം. അവൻ ബേഥേലിലെ യാഗപീഠത്തിൽ നിന്നും ശമര്യ പട്ടണങ്ങളിലെ സകല പൂജാഗിരി ക്ഷേത്രങ്ങൾക്കും വിരോധമായി യഹോവയുടെ കൽപ്പന പ്രകാരം വിളിച്ചു പറഞ്ഞ വചനം നിശ്ചയമായി സംഭവിക്കും എന്ന് പറഞ്ഞു.
ഈ കാര്യം കഴിഞ്ഞിട്ടും യൊരോബെയാം തന്റെ ദുർമാർഗം വിട്ടുതിരിയാതെ പിന്നെയും സർവ്വജനത്തിൽ നിന്നും പൂജാഗിരി പുരോഹിതന്മാരെ നിയമിച്ചു. തനിക്ക് ബോധിച്ചവരെ കരപൂരണം കഴിപ്പിച്ചു. അവർ പൂജാഗിരി പുരോഹിതന്മാരായി തീർന്നു. യൊരോബെയാം ഗൃഹത്തെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് മുടിച്ചു കളയത്തക്കവണ്ണം ഈ കാര്യം അവർക്ക് പാപമായി തീർന്നു.